ഇല്ലിവളവിൽ ഭാര്യയെ വെട്ടിക്കൊന്ന ശേഷം ഭർത്താവ് തൂങ്ങി മരിച്ചു. മാടവന വീട്ടിൽ സുധാകരനാണ് ഭാര്യ ബിന്ദുവിനെ വെട്ടിക്കൊലപ്പെടുത്തിയ ശേഷം ജീവനൊടുക്കിയത്. കുടുംബകലഹമാണ് കൊലപാതക കാരണമെന്നാണ് പ്രാഥമിക വിവരം. സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. രാവിലെ 11:30ഓടെയാണ് വിവരം പുറം ലോകമറിയുന്നത്. ഓട്ടോറിക്ഷ തൊഴിലാളിയായ മൂത്തമകൻ സുദീപ വീട്ടിലെത്തിയപ്പോൾ മുൻവാതിൽ അടഞ്ഞുകിടക്കുകയായിരുന്നു. അടുക്കള ഭാഗത്ത് ചെന്ന് നോക്കിയപ്പോൾ ബിന്ദു നിലത്ത് രക്തം വാർന്നു കിടക്കുന്നതാണ് കണ്ടത്. തുടർന്ന് അകത്ത് കയറിയപ്പോഴാണ് പിതാവിനെ തൂങ്ങി മരിച്ച നിലയിലും കണ്ടെത്തിയത്. ബിന്ദു മരിച്ചിട്ടില്ലെന്ന് ബോധ്യമായതോടെ ഉടൻ തന്നെ മണർക്കാടുള്ള സ്വകാര്യ ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഓട്ടോറിക്ഷ ഓടിക്കുന്ന മകൻ 11:45 വീട്ടിലെത്തി കതക് തുറന്ന് അകത്ത് കയറുമ്പോൾ പുറകുവശത്തെ ടാപ്പ് തുറന്നിട്ടിരിക്കുന്നതായിട്ട് ശ്രദ്ധിച്ചു. വെള്ളം അതിൽ നിന്ന് പോകുന്നതായിട്ട് തോന്നി. അവിടേക്ക് പോയപ്പോൾ അടുക്കളയിൽ അമ്മ നിലത്ത് രക്തത്തിൽ കുളിച്ച് കിടക്കുന്നതായിട്ട് കണ്ടു. തൊട്ട് ചേർന്നൊരു ഇരുമ്പ് പൈപ്പ് ഇപ്പം നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് അത് വെച്ച് തല്ലി കൊലപ്പെടുത്തി എന്ന ഒരു നിഗമനമാണ് ഇപ്പോൾ ഇവിടെ പ്രാഥമികമായിട്ട് പോലീസിന് ഉള്ളത്. തിരിഞ്ഞ് മകൻ നോക്കുമ്പോൾ അച്ഛൻ തൂങ്ങി നിൽക്കുന്നതായിട്ട് കണ്ടു. അമ്മയ്ക്ക് ജീവൻ ശേഷിക്കുന്നുണ്ട് എന്ന് മകന് തോന്നിയതിനാൽ അദ്ദേഹത്തിൻ്റെ തന്നെ ഇവിടെ ഉണ്ടായിരുന്ന കാറിൽ അമ്മയും കയറ്റി മണർകാട് ആശുപത്രിയിലേക്ക് പോയി. ആശുപത്രിയിൽ എത്തുന്നതിന് മുൻപ് തന്നെ അമ്മ മരിച്ചിരുന്നു. സുധാകരൻ പാറമട തൊഴിലാളിയാണ്. കോട്ടയം നാഗമ്പടത്ത് സ്വകാര്യ ഹോട്ടലിലെ ജീവനക്കാരിയാണ് ബിന്ദു. ദമ്പതിമാർ തമ്മിൽ വഴക്ക് പതിവായിരുന്നെന്നാണ് സൂചന. കുടുംബ പ്രശ്നങ്ങളാണ് ഭാര്യയെ കൊലപ്പെടുത്തി ആത്മഹത്യ ചെയ്യാൻ സുധാകരനെ പ്രേരിപ്പിച്ചതെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. ബിന്ദുവിന് 58ഉം സുധാകരന് 64 വയസ്സുണ്ട്. പാമ്പാടി പോലീസ് സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. സുദീപിനെ കൂടാതെ ഇരുവർക്കും സുമിത, സുബിത എന്നീ മക്കളും ഉണ്ട്. ന്യൂസ് 18 കോട്ടയം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.